അബ്ദുൾ റഷീദ്, ഇപ്പോൾ പുതിയൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. കാരണം നിലവിൽ മലപ്പുറം തൃശ്ശൂർ റീച്ചിലാണ് ഈ കൂരിയാട് മേഖലയിൽ ഈ റോഡിൻ്റെ വിള്ളലുണ്ടായത്. അതിലേറ്റവും ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് പാരിസ്ഥിതിക ആഘാതം പഠനം അടക്കം നടത്തിയിട്ടില്ല. ആ പ്രദേശത്തിൻ്റെ സ്വഭാവം, ഭൂപ്രകൃതിയെക്കുറിച്ച് കൃത്യമായ പഠനം നടത്താതെയാണ് ഈ കരാർ കമ്പനി അവിടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നതാണ്. കേരളം മുഴുവനായുള്ള കാസർഗോഡ് മുതൽ കന്യാകുമാരി തീരം അതിർത്തി വരെയുള്ള മേഖലകളിൽ വിവിധ കമ്പനികൾക്കാണ് കരാർ നൽകിയിരിക്കുന്നത്, ഓരോ റീച്ചുകളായി തിരിച്ച്. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല, മറ്റ് കമ്പനി, ഇനിയിപ്പോൾ മഴക്കാലമാണ്, കേരളത്തിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പരിസ്ഥിതി ആഘാതമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞിരിക്കുന്നു. സിജു, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. കാരണം മലപ്പുറം ജില്ലയിലെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഇടിമുഴിക്കൽ മുതൽ വിവിധ മേഖലകളിലേക്ക്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വൈഡക്ട് പാലം വരുന്ന വളാഞ്ചേരി വട്ടപ്പാറ മേഖലയിൽ വരെ വലിയ ഉയരത്തിലുള്ള പില്ലറുകളും അതോടൊപ്പം ഇത്തരത്തിൽ ഒറ്റ കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കി എടുത്തിട്ടുള്ള റോഡുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ വലിയൊരു വിമർശനം നേരത്തെ തന്നെ കമ്പനിക്കെതിരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂരിയാടും അതോടൊപ്പം മറ്റു മേഖലകളിലും ഉണ്ടായിട്ടുള്ള ഈ വിള്ളൽ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലുടനീളം ഉള്ള മേഖലകളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഇനി ഏതൊക്കെ മേഖലകളിലായിരിക്കും ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി നേരിടാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു പഠനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു ആവശ്യകത നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്, ഇപ്പോൾ കാലവർഷം വരുന്ന സാഹചര്യത്തിലേക്കാണ് കേരളം കടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചല്ല റോഡ് നിർമ്മാണം എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള വിവരങ്ങളും പഠനങ്ങളും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ദേശീയ അതോറിറ്റിക്ക്, അതായത് NHAക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ NHAയുടെ ഭാഗത്തും അതോടൊപ്പം മറ്റു കൺസ്ട്രക്ഷൻ കമ്പനികളുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലും അതോടൊപ്പം കണ്ണൂരിലും കാസർഗോഡിലും തൃശ്ശൂർ ജില്ലയിലും ഒക്കെ തന്നെയും സംഭവിച്ചിട്ടുള്ളത്. എന്നാലും നിലവിൽ ഇപ്പോൾ തുടർ നടപടികൾ, അതായത് ഈ റോഡ് നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുകയും അതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ മേഖലകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ആഘാത പഠനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതും അതോടൊപ്പം ഈ മേഖലയിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തേണ്ട ഒരു ആവശ്യകത നിലനിൽക്കുകയാണ്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി കേന്ദ്ര സർക്കാർ എന്ത് നടപടിയാണ് ഇതിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ചിഹ്നം ഇത് തന്നെയാണ്. നിലവിൽ ഈ മലപ്പുറം ജില്ലയിലെ കൂരിയാടും അതോടൊപ്പം ചാവക്കാടിലെ ചവറയിലും മറ്റു മേഖലകളിലും ഉണ്ടായിട്ടുള്ള ഈ വിള്ളലിൽ എന്ത് നടപടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരും, ഏത് കമ്പനിയായിരിക്കും ഇനി ഇത് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ വലിയ ചോദ്യചിഹ്നമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുകയാണ്. നിലവിൽ ഈ ഒരു നടപടി എടുത്തു എന്നല്ലാതെ ഇതിലൊക്കെ തന്നെയും ഒരു അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കൂരിയാടിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിന് സമാനമായിട്ടുള്ള അപകടങ്ങൾ മറ്റു മേഖലകളിൽ ഉണ്ടാകുമോ എന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഏതൊക്കെ മേഖലകളിൽ ഇത്തരത്തിൽ അപകട സാധ്യതകൾ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകളും നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. സിജു.